നമ്മുടെ നേച്ചുറൽ പാക്കിന്റെ റിസൾട്ട് കണ്ടോ? ഞാൻ ആകെ 10 മിനിറ്റ് നേരം നമ്മുടെ മുഖത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അടിപൊളി റിസൾട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ മുഖത്തിനുണ്ടാകണം ടാൻ. ഇപ്പോൾ നല്ല വെയിലാണല്ലോ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ മുഖമൊക്കെ ആകെ ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കി കൊണ്ടുവരാനും നമ്മുടെ പോയ നിറത്തിന്, അതായത് നമുക്ക് ഒരു നേച്ചുറലായിട്ടൊരു നമുക്ക് ഒരു നിറം ഉണ്ടല്ലോ, അപ്പോൾ അത് പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കി തിരിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റുന്ന ഒരു അടിപൊളി പാക്ക് തന്നെയാണ് കേട്ടോ. മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഉള്ള ഐറ്റംസുകളൊക്കെ തന്നെയാണ്. നമ്മൾ വേറെ പുറത്തേക്ക് പോയിട്ട് ആക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് നമുക്കിതിലേക്ക് തൈര് വേണം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇവിടെ ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ചെപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ആവശ്യമുള്ളൂ. ഇനി ഇത് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ആക്കി വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഡെയിലി നമുക്ക് മുഖത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ തേനില്ലാത്ത ഒരു പാക്ക് ഉണ്ടാവില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് അത്രയും നല്ല റിസൾട്ട് തരുന്നതാണ്, നല്ലൊരു മോയ്സ്ചറൈസാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് തേനിൻ്റെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മൂന്നും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ നമ്മുടെ മുഖമൊക്കെ നമുക്കൊരു നേച്ചുറലായിട്ട് നമുക്കൊരു നിറം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവും. ആ നിറമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ പുതിയതായിട്ട് വെള്ളായ്മിച്ച് കാണിക്കുന്നതല്ല, ആ നിറമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഒരു പാക്കുകളൊക്കെ നാച്ചുറലായിട്ടുള്ള പാക്കുകൾ കൊണ്ട് നമുക്ക് പറ്റും. നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിനകത്തുള്ള കളറാണ് നമ്മുടെ ശരിക്കുള്ള കളറ്. ഇപ്പോൾ വെയിലടിച്ചിട്ടും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് അത് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അടിപൊളി ഒരു കാര്യമാണ്. മൂന്ന് ഐറ്റംസ് മാത്രമേ വേണ്ടൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാക്കിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഇച്ചിരി ഇത് കൂടുതൽ ബാക്കി വന്നാൽ എടുത്ത് വെച്ചോളും, പിറ്റേ ദിവസം നമുക്ക് ഇടാം കേട്ടോ. 2 നേരം ഒന്നും ഇടണ്ട കേട്ടോ. പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ 2 നേരം ഇട്ടാൽ ഇങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ 2 നേരം ഇടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു നേരം തന്നെ ഇത് ഇടേണ്ട കാര്യമുള്ളൂ കേട്ടോ. കൂടുതൽ നമ്മൾ നേച്ചർ പാക്കുകൾ നമ്മൾ ചെയ്യാൻ നോക്കുക. നമ്മുടെ സ്കിന്നിന് എത്ര പ്രായം ചെന്നാലും നമ്മുടെ സ്കിന്നിന് ദോഷമില്ലാത്ത രീതിയിൽ കിട്ടുന്നത് നമ്മുടെ നേച്ചുറൽ പാക്ക് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ, നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ മാറി കിട്ടാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി പറ്റാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാപ്പിപ്പൊടി യൂസ് ചെയ്യാം. പക്ഷെ മഞ്ഞൾപ്പൊടി ആണ് ഏറ്റവും ബെറ്റർ. അതും നമ്മൾ വീട്ടിൽ പൊടിച്ച പൊടിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല സൂട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. കസ്തൂരി മഞ്ഞളല്ല, നമ്മുടെ സാധാരണ നോർമൽ മഞ്ഞൾ കേട്ടോ. പിന്നെ ഇതിലോട്ട് ഇച്ചിരി തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 3 മാത്രം മതി. ഇനി ഇതിലോട്ട് കടലമാവ് ചേർക്കണവരുണ്ട്, അത് അവരവരുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ വെച്ച് ചേർത്ത് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ ഇത് മാത്രം. കടലമാവ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്നില്ലല്ലോ. തൈരായാലും മഞ്ഞൾപ്പൊടി ആയാലും തേനായാലും ആരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ സ്കിന്നിൽ നോക്കി സംരക്ഷിച്ച് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഈ ഒരു 3 ഐറ്റംസ് മാത്രം മതിയാവും. അപ്പോൾ ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കളയണമെന്നൊന്നുമില്ല കേട്ടോ. ചില പാക്കുകൾ നമുക്ക് ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുഖത്ത് വലിച്ചിലുണ്ടാവും. ഇതൊക്കെയാണെങ്കിൽ അവിടെ ഇങ്ങനെ കിടന്നോളും, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കിടന്നോളും. ഇതൊരു മിനിറ്റ് നേരം നല്ല രീതിയിൽ മസാജ് അല്ല, ഇങ്ങനെ മിക്സ് ചെയ്യാം. ഞാൻ കൂടുതലും കൈ കൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്യുക. എനിക്ക് ആ ടീസ്പൂൺ വെച്ചിട്ടുള്ള മിക്സിംഗ് ഒന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവില്ല. ഞാൻ പാക്കുകൾ ഇടുമ്പോഴും നമ്മുടെ കൈയിൻ്റെ അടിയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ തയ്ക്കാറുള്ളൂ. അതിനായിട്ട് നമ്മളൊരു പാത്രം എടുക്കുക, അങ്ങനെ അളവ് നോക്കിയിടുക, അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ പാക്കുകൾ ഇട്ടിട്ടിട്ട് നമുക്കതൊരു ശീലമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അളവുകളൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ അറിയാം, എത്രക്ക് ഇട്ടാലാണ് നമുക്കങ്ങനെ സെറ്റായി വരാന്നുള്ളത്. പിന്നെ ഇത്തിരി കട്ടി വല്ലാണ്ട് കൂടിയിട്ട് ഇടാൻ നിൽക്കരുത്. നമ്മുടെ മുഖത്ത് ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം നമ്മളൊരു മസാജ് കൊടുക്കണം. അപ്പോൾ നമുക്ക് മുഖത്ത് നല്ല സ്മൂത്തായിട്ട് പോകാനായിട്ട് ഇതാ ഏറ്റവും നല്ലത് കേട്ടോ. ഇത്തിരി ലൂസായിട്ട് ഇട്ട് കൊടുക്കുക. അതപ്പോൾ കുറച്ച് നമ്മൾ തേക്കണ്ടു. ഇതേപോലെ ഒന്ന് ഇങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. നമുക്ക് ഇപ്പോൾ ആക്കിയിട്ട് ഇത്രക്കോളം നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ, കാണാനില്ല. ഇതൊരു ചെറിയൊരു ചെപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളേക്ക് നമുക്ക് ഇതിടാം.
ഒരു മുഖക്കുരൊക്കെ വന്നിട്ട് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോവാനും മുഖക്കുരു വരാതിരിക്കാനും എല്ലാം നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ. നമുക്ക് എപ്പോഴും റൗണ്ടിലാണ് നമ്മൾ ഒരു മസാജ് കൊടുക്കേണ്ടത്. നമ്മൾ ഈ മസാജ് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ വെറുതെ ജസ്റ്റ് പാക്ക് ഇട്ടിട്ട് ഒരു കാര്യമില്ല. മസാജ് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ നെറ്റിയുമുണ്ടാവുന്ന വരകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോവാനും മുഖത്തിന് എന്തെങ്കിലുമൊക്കെ ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോയി കിട്ടാനും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം മസാജ് രൂപത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കഴുത്തിലും കൂടി ചെയ്യണം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതായത് കൊണ്ടാണ് കേട്ടോ ഞാൻ മഞ്ഞളായി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് കൊടുത്ത് കണ്ടോ, ഇപ്പോഴും നമ്മുടെ മുഖത്തിങ്ങനെ നല്ല രീതിക്ക് അങ്ങനെ ഇരുന്നോളും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിലിങ്ങനെ ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ഇതിലൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. ഒരു 20 മിനിറ്റ് നേരമൊക്കെ നമ്മുടെ മുഖത്തിട്ടിട്ട് കൂടുതൽ നേരം കിടന്നുകൊണ്ട് നമുക്കത് പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതിൻ്റെ ആദ്യത്തെ കഴുകി കഴിഞ്ഞാലുള്ള റിസൾട്ട് ഞാൻ നമ്മുടെ ഫോട്ടോ ആയിട്ട് ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അപ്പം തന്നെ മനസ്സിലാവും ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നല്ല ഒരു കമൻറ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ നല്ല കമൻറ്റ് തന്നെയായിട്ട് എനിക്ക് ഇടുന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.